മാസം കർക്കിടക മാസമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു മാസമാണ്. ഈ ഓഗസ്റ്റ് 12-നാണ് കർക്കിടക വാവ് വരുന്നത്. അപ്പോൾ ഈ വാവെന്ന് പറയുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് അല്ലെ, നമ്മൾ അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരുടെ ശാന്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട് അല്ലെ. അതിൽ കർക്കിടക വാവ് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഈ കർക്കിടക വാവിന് ഉള്ള ഒരുക്കങ്ങളുണ്ട് അല്ലെ. ആ ഒരുക്കങ്ങൾ അന്നല്ല, അതിന് മുന്നേ തന്നെ ദിവസങ്ങൾ മുൻപ് മുതൽ ആരംഭിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ രാഗി ഈ ഒരുക്കങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇല്ലെങ്കിൽ കഴിഞ്ഞ തവണ തിരുവല്ലവാരത്ത് സംഭവിച്ചതുപോലെയുള്ള പല വീഴ്ചകളും സംഭവിക്കാനിടയുണ്ട്. ഇത്തവണയും അത്തരത്തിലുള്ള ചില ടെൻഡൻസികൾ നമ്മൾ കണ്ടിരുന്നു. എന്നാലും അത് ഇനി നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അല്ലെ. എന്തായാലും നമുക്ക് തിരുവല്ലത്ത് നിന്ന് തുടങ്ങാം അല്ലെ. ഈ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം തിരുവല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുള്ള മണ്ണാണ്. ശ്രീ പരശുരാമ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന മണ്ണാണ്. അപ്പോൾ നമുക്ക് ശാലിനിയിലേക്ക് പോകാം. ശാലിനി ഉണ്ട് അവിടെ നിന്നുള്ള വിശദാംശങ്ങളുമായി. ശാലിനി, ഈ പിതൃതർപ്പണം നടക്കുന്ന കർക്കിടക വാവ് ദിവസത്തിന്റെ ഒരുക്കങ്ങൾ അല്ലെ, അത് അവിടെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പറയൂ, എങ്ങനെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അത് മാത്രമല്ല ശാലിനി, മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു രാഗി തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ കർക്കിടക വാവ് ദിവസം. അപ്പോൾ തിരുവല്ലം ക്ഷേത്രം എന്ന് പറയുന്നത് ഈ കർക്കിടക വാവിന് വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അവിടെ ഒരുക്കങ്ങൾ എത്രത്തോളം നടപ്പിലാകുന്നുണ്ട്, ഒരുക്കങ്ങൾ പൂർത്തിയായോ? പറയൂ ശാലിനി. രാഖി, ആതിര സൂചിപ്പിച്ചതുപോലെ രണ്ടുപേർക്കും ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്, നമസ്തേ. എന്തായാലും നമുക്കറിയാം, പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടും ഒപ്പം തന്നെ അവരുടെ ശാന്തിക്കും സമാധാനത്തിനും ഒക്കെ വേണ്ടിയിട്ട് 1000 ആളുകൾ ഒത്തുകൂടുന്ന ഒരു സംഗമ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തിരുവല്ലത്താണ്. തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രത്തിൻ്റെ കടവ് ഭാഗത്താണ്. നമ്മുടെ ഒരുക്കങ്ങളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 12-ാം തീയതി, അതായത് ബുധനാഴ്ചയാണ് ഈ വർഷത്തെ കർക്കിടക മാസത്തിലെ വാവ് ദിവസം വരുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പല ജില്ലകളിൽ നിന്ന് പോലും എത്തി അവരുടെ പിതൃക്കൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടാനായി, അവർക്ക് മോക്ഷപ്രാപ്തിക്കായി ചടങ്ങുകൾ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കടവ് ഭാഗത്താണ്. ഇവിടെ ഏകദേശം വിശാലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, അതിശക്തമായ മഴ പലയിടങ്ങളിലും പെയ്യുന്നുണ്ട്. ഇവിടെയും ഈ കർക്കിടക വാവിനോടനുബന്ധിച്ച് ബലിയിടുന്ന കടവിലൊക്കെ വെള്ളം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അവരുടെ സുരക്ഷയടക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം. കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങിയാണ് പലരും ഈ മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള ചടങ്ങുകൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, അവർക്ക് നടന്നു പോകാനുള്ള വഴി, അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരു കൂട്ടം ആളുകൾ രാവിലെ തന്നെ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. തിരുവല്ലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവല്ലത്ത് മാത്രമല്ല, തിരുവല്ലം പരശുരാമ ക്ഷേത്രം, ഒപ്പം തന്നെ ശംഖുമുഖം കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. വർക്കല ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്ത് മറ്റൊരു വലിയ സംഗമ സ്ഥലമാണ്. അവിടെയും ആയിരക്കണക്കിന് ആളുകളാണ് വാവ് ദിവസം എത്തി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത് പിതൃക്കൾക്ക് വേണ്ടി. സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്തിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ എത്താറുണ്ട്. കൂടാതെ അരുവിപ്പുറത്തും അടക്കമുള്ള ക്ഷേത്രങ്ങളിലും എത്തി ചടങ്ങുകൾ നടത്താറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ, ഒരുപക്ഷെ തിരുവല്ലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വാവ് ദിവസം പ്രത്യേകമായി കണക്കാക്കിയല്ല ഈ പിതൃക്കൾക്ക് വേണ്ടി, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ആളുകൾ ചടങ്ങുകൾ ചെയ്യാൻ എത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. മിക്ക ദിവസങ്ങളിലും ഇവിടെ എത്തി ഈ മരണപ്പെട്ടവരുടെ, അവരുടെ ഓരോ വാർഷികം അല്ലെങ്കിൽ അവരുടെ ഓരോ അനുസ്മരണ ചടങ്ങുകൾ വരുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ മരണപ്പെട്ട ദിവസത്തിൻ്റെ പിറ്റേ വർഷം ആ ദിവസം വരുമ്പോഴൊക്കെ ഇവിടെ എത്തി ഒരു വാവ് ദിവസം കാത്തു നിൽക്കാതെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി അതിന് വേണ്ടിയിട്ടുള്ള പുരോഹിതരെയും അതിന് വേണ്ടിയിട്ടുള്ള കർമ്മികളെയും ഒക്കെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. തിരുവല്ലം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷം തിരുമുല്ലവാരത്തുണ്ടായ പ്രശ്നങ്ങൾ അത് ദേവസ്വം ബോർഡ് മുൻകൂട്ടി കാണുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള, അത് ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളാണ് ദേവസ്വം ബോർഡ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം ഉൾപ്പെടെ കാസർഗോഡ് വരെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന വിവിധ ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ വരുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും മതിയായ സൗകര്യങ്ങൾ, ഒപ്പം തന്നെ നിരവധി ഭക്തരെത്തുന്നതാണ്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് വലിയ ക്യൂ ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ, കൂടുതൽ പുരോഹിതരെ അടക്കം നിയമിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തവണ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, 2 ദിവസത്തേക്ക് കാത്തിരിപ്പേ ഉള്ളൂ.
അപ്പോൾ അതിനു മുൻപ് അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. കുഞ്ഞു മക്കളടക്കമുള്ളവർ വരുന്നതിന് അപ്പോൾ അവർ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇത്തവണ തിരുവല്ലം അടക്കമുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത്. തിരുവല്ലത്തും സമാനമായ കാര്യങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നേമം MLA കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായിട്ടുള്ള കത്ത് സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, കാരണം തിരുവല്ലത്ത് പല ഘട്ടങ്ങളിലും ഇവിടെ സൗകര്യങ്ങൾ കുറവാണെന്നൊക്കെയുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൗകര്യങ്ങൾ കുറവ് ഇത്തവണ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് BJPയുടെ ഭാഗത്തുനിന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ നേമം MLAയുമായ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കടവടക്കമുള്ള കാര്യങ്ങളുടെ ശുചീകരണം ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ, നവീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൃത്യസമയത്ത് പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു പ്രത്യേകമായിട്ട് സർക്കാരിനോട് അഭ്യർത്ഥിച്ചത്. ഒരു പരിധിവരെ അത് നമുക്ക് ഈ ഘട്ടത്തിൽ ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഡെപ്യൂട്ടി മേയർ ആശാനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നഗരസഭയുടെ ഭാഗമായി, ഭരണസമിതിയുടെ ഭാഗമായി ഇവിടെ എത്തി ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു. നമുക്കറിയാം മേയർ സ്ഥലത്തില്ല എങ്കിൽ പോലും ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ ആ സംഘം എത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ 2 ദിവസത്തിനുള്ളിൽ പരിഹരിച്ചുകൊണ്ടുള്ള സുഗമമായ ഒരു ബലിതർപ്പണ ചടങ്ങ് ഭക്തർക്ക് സമ്മാനിക്കാനാണ് തിരുവനന്തപുരം നഗരസഭ കൂടി ഇക്കാര്യത്തിൽ ഒരുങ്ങുന്നത്. നമുക്കറിയാം പ്രത്യേകിച്ച് ഭക്തരുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള പരിഗണന തിരുവനന്തപുരം നഗരസഭ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നഗരസഭാ പരിധിയിൽ വരുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നഗരസഭാ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കുകയാണ് ബലിതർപ്പണ ചടങ്ങുകൾക്കായി സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങളും. ഒപ്പം തന്നെ തിരുവല്ലത്തെ സംബന്ധിച്ച് ഏകദേശം 3500-ലധികം പേർക്ക് ഒരേ സമയം ബലിതർപ്പണ ചടങ്ങുകൾ നടത്താനുള്ള സൗകര്യങ്ങളാണ് തിരുവല്ലം ക്ഷേത്രത്തിൽ ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത്. 9 ബലിതർപ്പണ കല്ലുകളടക്കം അതിനുവേണ്ടി പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുക. അങ്ങനെ വിപുലമായ സൗകര്യങ്ങളാണ് തിരുവനന്തപുരത്ത് തിരുവല്ലം ക്ഷേത്രത്തിൽ ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും എല്ലാ ക്ഷേത്രങ്ങളും ഒരു ഭക്തിസാന്ദ്രമായ, ഒപ്പം തന്നെ ഒരുപാട് പേർക്ക് മോക്ഷപ്രാപ്തി നൽകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം ഒരുക്കിക്കൊണ്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും കാത്തിരിപ്പിന് കുറച്ച് സമയങ്ങൾ, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കർക്കിടക വാവ് ദിവസം പിതൃതർപ്പണത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം.